അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീച്ച് വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ ഒരു 7:30 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ലേറ്റായി. കാരണം നമ്മൾ തലേന്ന് കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് 1:30-2 മണി എന്തോ ആയ സമയത്താണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. കാര്യം അലാറൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. പക്ഷേ നമ്മൾ ഭയങ്കര ടയർഡായിട്ട് കിടന്നുകൊണ്ട് തന്നെ അലാറം ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും ലേറ്റ് ആയെങ്കിലും വീഡിയോ എടുത്ത് എന്താണെന്ന് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് വലിയ ഹെവി ആയിട്ടുള്ള വർക്കില്ലായിരുന്നു. കാരണം പിള്ളേർക്ക് നെയ്ച്ചോറ് കൊടുത്തു വിടാൻ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറച്ചിയും ഒന്നുമില്ലെങ്കിലും ഞാൻ നെയ്ച്ചോറ് അടുക്കി കൊടുത്തു വിടലുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നമുക്ക് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചുടണം. പിന്നെ കിഴങ്ങേറി തലേന്നത്തെ ഉണ്ടായിരുന്നു, അതും ചൂടാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ രണ്ടും കളിപ്പിച്ച് വീഡിയോ എടുക്കാനും സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എന്തായാലും എന്നത്തെക്കാളും നേരത്തെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വലിയ കാര്യമായിട്ടുള്ള പണി ഇല്ലാത്തതുകൊണ്ട് തന്നെ. ചോറാകുമ്പോൾ ചോറ് തിളപ്പിക്കണം, അതിനുള്ള 2-3 കൂട്ടം കറി, ചാറുകറി ഒന്നും വേണ്ടെങ്കിലും മുളത്തായിട്ടും മീൻ പൊരിച്ചതോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ സമയം പോകും. പക്ഷേ ഇന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടുള്ള പണി ഇല്ലായിരുന്നു. നെയ്ച്ചോറാണെങ്കിൽ നമ്മൾ കുക്കറിൽ വേഗം തന്നെ വയ്ക്കുന്നതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലല്ലോ. 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ അതും വെന്ത് കിട്ടും. അങ്ങനെ സവാളയും നെയ്യ് ഒഴിച്ച് സവാളയും ഒക്കെ വഴറ്റി അരിയൊക്കെ കഴുകിയിട്ടെടുത്ത് അതൊന്ന് വറുത്ത് വെള്ളം തിളപ്പിച്ചാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ട പുഴുങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിൽ മുട്ട പുഴുങ്ങി വെക്കണമെന്ന് വെച്ചപ്പോൾ മമ്മൂന് മാത്രം മതി എന്ന് പറഞ്ഞു, ഐശുവിന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 3 പുഴുങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറൂനും കൊടുക്കാം, ഐശുവിന് സ്കൂളിൽ പോകണേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കും ഉമ്മാക്കൊന്നും മുട്ടേനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പുഴുങ്ങി വെച്ചു. പിന്നെ അപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായില്ല. കാരണം ഞാൻ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് 1:30 കണ്ടായപ്പോഴാണ് അരി അരച്ച് വെച്ചത്. അരിയല്ല, സോറി, പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പൊളിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ കിഴങ്ങറിയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്പം ചൂടാൻ വേണ്ടി പാനും ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചൂടായെന്ന് അറിയാൻ വേണ്ടി അത് ചെക്ക് ചെയ്ത് നോക്കി. ചൂടായതുകൊണ്ട് തന്നെ മാവ് ഒഴിച്ച് വെച്ചു കൊടുത്തു. ആദ്യത്തെ അപ്പം തന്നെ നന്നായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ അപ്പം വലിയ പ്രശ്നം ഉണ്ടായില്ല, അത്യാവശ്യം റെഡിയായി വന്നു. പിന്നെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചോറിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാതെ. ഞാൻ സാധാരണ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവാതെ വെള്ളമൊക്കെ വെച്ചിട്ട് രണ്ടാമത് വീണ്ടും വെള്ളം തിളപ്പിച്ച് ഒഴിച്ചൊക്കെ വയ്ക്കേണ്ടി വരാറുണ്ട്, ഇങ്ങനെ വളരെ കുറച്ച് അരിയൊക്കെ ഇടുമ്പോൾ. പക്ഷേ അന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതോടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അപ്പം കറിയും ഒക്കെ നമ്മുടെ റെഡിയായി. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ സാധാ ചോറ് വെക്കണേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാ ചോറ് വെക്കണേക്കാളും എന്തായാലും കുറച്ച് കൂടുതൽ കഴിച്ചോളൂല്ലോ, കാരണം വല്ലപ്പോഴും അല്ലേ കൊടുത്തു വിടാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനേക്കാളും ഒരു തവയും കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂന് മാത്രം ഒരു മുട്ടയും വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സിൻ്റെ അച്ചാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് വെച്ച് കൊടുത്തു. അത് കാരണം വേറെ അച്ചാറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സാധാരണ അച്ചാർ അല്ലെങ്കിൽ പപ്പടം പൊരിച്ചൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇന്ന് സാലഡും ഉണ്ട്, മുട്ടയുണ്ട്, മറ്റേ അച്ചാറും ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്നാക്സിന് പേരയ്ക്ക ഉള്ളതുകൊണ്ട് അതും വെച്ച് കൊടുത്ത് അങ്ങനെ അതും പാക്ക് ചെയ്തു.